ബാക്ക്ഗ്രൗണ്ട് ഫുൾ ഇരുട്ട്. ഫോൺ ബെല്ലടിക്കുന്ന സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ബെല്ലടിക്കാൻ ഏകദേശം ഒരു 15 to 30 സെക്കൻഡ് സമയം. അങ്ങനെ 150 സെക്കൻഡോളം ഫോൺ റിങ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഏകദേശം 1.5 മിനിറ്റ്. അവരാദ്യം എണീച്ചത് നോക്കിയത് അവൻ്റെ ഫോണായിരുന്നു. ആ ഫോണിൽ 7 മിസ് കോൾ. എന്ന് പറയാൻ പോണത് ഒരുത്തൻ്റെ ഫോണിൽ വന്നൊരു 7 മിസ് കോൾ. തിരിച്ചു വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ. പരിചയമില്ലാത്ത 7 നമ്പർ 7 മിസ് കോൾ. ഫോണെടുത്ത് ആദ്യത്തെ നമ്പറിലോട്ട് ഡയൽ ചെയ്ത് ഫസ്റ്റ് ഹലോ ആരാണ്? ഒരു മിസ് കോൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഫോൺ കട്ടായി. അവൻ എന്ത് ചെയ്തിട്ടും അവൻ്റെ ഫോൺ ഒരു മൂവ്മെൻറ്റും ഇല്ല. കംപ്ലൈൻറ്റ് രൂപത്തിലായി. ഡിസ്പ്ലേ ഫുള്ള് ബ്ലാങ്കായി. ഫോൺ എന്തോ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവൻ ചാർജ് കുത്തി നോക്കുന്ന സമയത്ത് ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷെ ടച്ച് വർക്കാകുന്നില്ല. പെട്ടെന്നല്ലോട്ട് ആ വിളിച്ച നമ്പറിൽ നിന്ന് തിരിച്ചൊരു കോൾ വന്നു. കോൾ എടുത്ത് നീ അടുത്ത നമ്പറിലോട്ട് കോൾ വിളിച്ചില്ലെങ്കിൽ നീ കൊല്ലപ്പെടും എന്നൊരു വോയിസ് കേട്ട് ആ കോൾ കട്ടായി. അവന് ചെറിയൊരു ഭയം തോന്നി. രാവിലെ എണീച്ച് വിളിച്ച് നമ്മളെ പറ്റിക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കാം ആ ഭയം. പക്ഷെ എന്നാലും പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് നമ്പറിലോട്ട് എടുത്ത് അവൻ കോൾ ചെയ്യും. നീ ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ട് എപ്പോഴാണ് പോയത് എന്നായിരുന്നു ആ കോൾ എടുത്ത് ആദ്യത്തെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ആൾ പറഞ്ഞ കാര്യം സെയിം ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഫസ്റ്റത്തെ ആളൊന്നും പറഞ്ഞില്ല, സൈലൻ്റ് ആയിരുന്നല്ലോ. ഇവിടെയാണ് അവൻ തിരിച്ചു വിളിച്ചത് ആദ്യം വന്ന നമ്പറിലോട്ടായിരുന്നു. സെക്കൻഡ് കോൾ. പക്ഷേ ഈ സെക്കൻഡ് കോൾ എത്രയും പെട്ടെന്ന് വിളിച്ചില്ലെങ്കിൽ അവൻ മരിക്കുന്ന ആദ്യത്തെ ആൾ പറഞ്ഞ ഓർമ്മ അവൻ്റെ മനസ്സിൽ ചെറുതായിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ആൾ വിളിച്ചിട്ട് എന്താ പറയാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. ശരിയെന്ന് പറഞ്ഞിട്ട് അവൻ രണ്ടാമത്തെ കോൾ എടുത്തിട്ട് ഡയൽ ചെയ്തു, റിങ് ചെയ്തു. അപ്പം അതുപോലെ കോൾ അറ്റൻഡ് ആരും ചെയ്തില്ല. ഫോണും സ്റ്റോപ്പായി. ചാർജ് ചെയ്ത് അവിടെ ഇട്ട് അവൻ പോയി. പക്ഷേ ആ കോള് അവൻ എടുക്കം വരെ വിളിക്കണമായിരുന്നു എന്നുള്ള കാര്യം ആദ്യത്തെ ആൾ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതവൻ അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. പെട്ടെന്ന് കോളും വരുന്നില്ല. ഇവനാകെ ടെൻഷനായി. ആ നമ്പറിലോട്ട് അവൻ കോൾ ചെയ്തു. ആരും കോള് പിക്ക് ചെയ്യണില്ല. പെട്ടെന്നൊരാളെടുത്തു. ഒരു സ്ത്രീ ആയിരുന്നു. മോനെ, ഞാൻ ഇന്നലെ നിന്നെ കുറേ വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇന്ന് കാലത്തും കൂടി വിളിച്ചു. എവിടെയായിരുന്നു നീ? അപ്പോൾ ഇവൻ പറഞ്ഞു, ഹലോ ആരാണെന്ന് മനസ്സിലായില്ല. നിങ്ങൾക്ക് നമ്പർ മാറിയതായിരിക്കും. അവരവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് നമ്പറൊന്നും മാറിയിട്ടില്ല. നീ ഫസ്റ്റ് ഒരാളിനെ വിളിച്ചില്ലേ, ആ ആളാണ് എനിക്ക് നിൻ്റെ ഈ നമ്പർ തന്നത്. അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. അവനാകെ കൺഫ്യൂഷനായി. ഇത് രാവിലെ എണീച്ചത് ആരാണ് ഇങ്ങനെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട്
സ്വാഭാവികം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ചിലവർ നമ്മളെ വിളിച്ച് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യും. പക്ഷേ അവരുടെ സംസാരത്തിൻ്റെ ആ ഒരു രീതിയിൽ നിന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വെറുതെ പറ്റിക്കാൻ വേണ്ടി വിളിച്ച് അവനെ പറഞ്ഞതായിട്ടല്ല. എന്താ ഒരുപാട് നാൾ പ്രതീക്ഷിച്ചിട്ട് ഒരാളുടെ കോൺടാക്ട് നമ്പർ കിട്ടിയിട്ട് കോൾ ചെയ്യില്ല, ആ രീതിക്കായിരുന്നു അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അയ്യോ സോറി, നമ്പർ നിങ്ങൾ നോക്കി വിളിക്കുക, എനിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ എന്നിട്ട് അവൻ വീണ്ടും പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ശരി മോനെ, എനിക്ക് നമ്പർ മാറിയത് തന്നെയാണെന്ന് തോന്നുന്നു, നിനക്ക് നമ്പർ മാറാതെ എന്നെ ഇനി തിരിച്ചു വിളിക്കാൻ പറ്റട്ടെ എന്നും പറഞ്ഞ് അവർ കോൾ കിട്ടി. ബാക്കി എന്താ സംഭവിച്ചെന്നുള്ള കാര്യം അറിയണമെങ്കിൽ ചെറിയൊരു കാര്യം ചെയ്യണം.